ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇതിലേക്കുള്ള മാവൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്കിതിലേക്കുള്ള പത്തിരി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ദോശയായിട്ടാണ് ചുട്ടെടുക്കുന്നത്. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നൊരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് വേണം. അത് അടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് മാവിന് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ദോശയായിട്ട് ചുട്ടെടുക്കാം. പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അളവ് നോക്കാം. എന്നിട്ട് ആ വലിപ്പത്തിനനുസരിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ 1.5 കരണ്ടി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ല നേർമയായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതെടുക്കാം. വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഈ മാവ് കൊണ്ട് ഞാൻ 10 ദോശ ചുട്ടെടുക്കുന്നുണ്ട്. വലിയൊരു പാത്രത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദോശയ്ക്ക് വലിപ്പമൊക്കെ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ 1-2 ഒക്കെ എക്സ്ട്രാ ചുട്ട് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ പകുതി പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ 6 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4-5 ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഫില്ലിങ്സിനുള്ള മുട്ട നമുക്ക് 6 വരെയൊക്കെ എടുക്കാം കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി 5 ചെറിയുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുള്ളി ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കൊരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിതിലേക്ക് പാല് ചേർത്തുകൊണ്ട് മുട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ഡിപ്പ് ചെയ്യാനുള്ള മുട്ട മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പിനടുത്ത് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടി വേണം കേട്ടോ. അത് ലാസ്റ്റ് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ദോശ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി മുട്ട മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ദോശ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് നിവർത്തിയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നമ്മൾ എത്ര ലെയറിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഫില്ലിങ്സ് ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോ ഭാഗം ഓരോന്നിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ 8 ലെയറിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതാണ്. ഇതിൻ്റെ മുകളിലേക്ക് മുട്ട മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ദോശ വെച്ച് കൊടുക്കാം.
ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ദോശ മുട്ട മിക്സിൽ മിക്സ് ചെയ്യാതെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിക്സ് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിതാ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മുട്ട മിക്സിൽ നിന്ന് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, പകുതി മാത്രം ഒഴിച്ചാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ഒരു 5-10 മിനിറ്റ് ഒന്ന് കുക്കായതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് കസ്കസ് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കാം. ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഹോൾസ് ഒന്ന് അടച്ചു കൊടുക്കാം. ഞാൻ ഗ്യാസിൻ്റെ മുകളിലൊരു മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ള മുട്ട മിക്സിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ മിക്സ് നമുക്ക് ഇതിൻ്റെ മൂടി തുറന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ചിലപ്പോൾ ജോയിൻ്റ് ആവാത്തതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മിക്സ് ഒഴിക്കുന്ന സമയത്ത് വിടർന്ന് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ജോയിൻ്റ് ആയിക്കോളും. സൈഡിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. മുകൾ ഭാഗത്തൂടെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 40-45 മിനിറ്റ് വേണം കേട്ടോ അത്. അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചുവപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് 6-7 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ നേരത്തെ കുക്ക് ചെയ്ത പോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ 7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുണ്ടേ. സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.